മേധാവി എ പി സിംഗ് പരസ്യമായി അതൃപ്തി അറിയിച്ചിരുന്നു. യുദ്ധവിമാനങ്ങളുടെ കുറവ് നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു വ്യോമസേനാ മേധാവിയുടെ പ്രതികരണം. റഷ്യൻ നിർമ്മിത MiG-21 വിമാനങ്ങൾക്ക് പകരമായാണ് തേജസ് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. ഓൺലൈൻ നിക്ഷേപ വാഗ്ദാനത്തിലൂടെ കോടികൾ തട്ടിയെടുത്ത കേസിൽ അന്താരാഷ്ട്ര തട്ടിപ്പുകാരൻ പിടിയിൽ. പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദാണ് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. അമിത ലാഭം നൽകുമെന്ന് വിശ്വസിപ്പിച്ച് 2 കോടി രൂപയാണ് കാസർഗോട്ടെ ഡോക്ടറിൽ നിന്നും ഇയാൾ പറ്റിച്ചെടുത്തത്. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ പിടികിട്ടാപ്പുള്ളിയായിരുന്നു. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ സൂത്രധാരനാണ് കാസർഗോഡ് അറസ്റ്റിലായത്. പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദാണ് സൈബർ പോലീസിന്റെ പിടിയിലായത്. കാസർഗോട്ടെ ഒരു പ്രമുഖ ഡോക്ടറിൽ നിന്ന് 2,23 ലക്ഷം രൂപ ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ഇയാൾക്കെതിരെ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട 6ഓളം കേസുകൾ നിലവിലുണ്ട്. ആന്ധ്രാപ്രദേശിലും സൈബർ തട്ടിപ്പ് നടത്തിയതിന് ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട്. ടെലഗ്രാം വഴി ഓൺലൈൻ ട്രേഡിംഗിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ഇയാൾ ഇരകളെ വീഴ്ത്തുന്നത്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ 2024 മുംബൈ പോലീസ് ചമഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിലെ പ്രതി കൂടിയായ ഇയാൾ മറ്റു രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഓൺലൈൻ തട്ടിപ്പ് നടത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 46ഓളം അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചിട്ടുണ്ട്. വിവിധ സമയങ്ങളിലായിട്ടാണ് അയച്ചത്. ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ സൈബർ സെല്ലിൽ ശേഖരിച്ചു വരികയാണ്. തീർച്ചയായും ഉത്തരേന്ത്യൻ ലോബിയായി ബന്ധപ്പെട്ട ഒരു സംഘത്തിൽപ്പെട്ട ആളെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത്. അവരുടെ മോഡസ് എന്ന് പറയുന്നത് പലതരത്തിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആളുകളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുക എന്നുള്ളൊരു മോഡസാണ് ഇത്തരം തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് ഇന്നത്തെ പ്രതി. ഇയാളും നേരത്തെ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് നൌഷാദിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ സമാന രീതിയിലുള്ള മറ്റു കേസുകളെ സംബന്ധിച്ചും പോലീസ് വിവരം ശേഖരിച്ചു വരികയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ സമനില നേടിയാണ് സെമി പ്രവേശനം. 1-ാം ഇന്നിംഗ്സിൽ 1 റൺസ് ലീഡിന്റെ കരുത്തിലാണ് കേരളം സെമി ഉറപ്പിച്ചത്. 399 റൺസ് പിന്തുടർന്ന കേരളം 6 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺസ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറിയും 2-ാം ഇന്നിംഗ്സിൽ 44 റൺസും നേടിയ സൽമാൻ നിസാറാണ് കളിയിലെ താരം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള അന്തിമ 11 ഇന്ത്യ പ്രഖ്യാപിച്ചു. പരിക്കേറ്റ സൂപ്പർ താരം ജസ്പ്രീത് ബുംറയെ ഒഴിവാക്കി. ആദ്യം പ്രഖ്യാപിച്ച 11-ൽ ബുംറ അംഗമായിരുന്നു. ബുംറയ്ക്ക് പകരം യുവതാരം ഹർഷിത് റാണയെയാണ് ഉൾപ്പെടുത്തിയത്. ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയ യശസ്വി ജയ്സ്വാളിന് പകരം സ്പിന്നർ വരുൺ ചക്രവർത്തിയെയും ഉൾപ്പെടുത്തി.